അപ്പോൾ ട്രിപ്പിൻ്റെ തേർഡ് പാർട്ടാണേ. അപ്പോൾ ഓടിവായോ, വീഡിയോ കാണാം. രാവിലെ തന്നെ ഞാൻ മാത്രമേ റൂമിലുള്ളായിരുന്നു. ബാക്കി എല്ലാവരും മോർണിംഗ് വാക്കിന് പോയേക്കുമായിരുന്നു. എനിക്ക് രാവിലെ എണീക്കുന്ന അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത പണിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇവിടെ കിടക്കുമായിരുന്നു. അപ്പം അങ്ങനെ പുറത്തിറങ്ങി അപ്പോഴത്തേക്ക് അവരൊക്കെ വന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ അറിയാവുന്നവരെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ നല്ലത് നോക്കിയൊക്കെ ഇട്ടതാണ്, കൂട്ടത്തിൽ നല്ലത് നോക്കി ഒക്കെ ഇട്ടതാണ്. പിന്നെ പല പോസിലുള്ള ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ റിസോർട്ടിലെ അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടന്നു. അപ്പോൾ അവർ പോകുന്നതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, അവർ ഇഷ്ടം പോലെ ഫുഡ്, വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് അന്ന് തന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 3-4 പ്ലേറ്റിൽ ഇതെല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് കൊണ്ട് വെച്ച് കഴിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാം കഴിച്ചു. കാരണം ഒരു ചെറിയ വിഷമം കൂടെ ഉണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് പോകണ്ടല്ലേ, ഒരു 2-3 ദിവസം കൂടെ ഇവിടെ അങ്ങ് കിട്ടിയിരുന്നെങ്കിൽ അങ്ങ് കൊള്ളായിരുന്നു എന്നൊക്കെ തോന്നി. കാരണം ബാക്ക് ടു റിയാലിറ്റി എപ്പോഴും അനിവാര്യമാണല്ലോ. അപ്പോൾ പിന്നെ എന്നിട്ട് പോയിട്ട് ഞങ്ങൾ ഗേൾസ് എല്ലാം കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങളുടെ ടീമിലുള്ള 2 പേരാണ്, അവരും ചേർന്ന് എടുത്തു. പിന്നെ അല്ലാതെ ഞങ്ങൾ ടീം മാത്രമായിട്ട്, ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന ടീം മാത്രമായിട്ട് എടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കൂടെ വന്ന ഇത്രയും പേരുണ്ടായിരുന്നു, 150 പേരെന്ന് പറഞ്ഞില്ലേ, അത്രയും പേര് വെച്ച് ഫോട്ടോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ചിലേക്ക് കടന്നു. ഈ റിസോർട്ടിലെ അവസാനത്തെ ലഞ്ചായിരുന്നു. അതും ആസ്വദിച്ച് തന്നെ കഴിച്ചു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. സേമിയ പായസം ഉണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. സേമിയ പായസവും സൂപ്പറായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ വന്നു. പിന്നെ നമ്മൾ ഇറങ്ങിയ പോലെ കയറ്റം കയറുന്നത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്തായാലും നടന്ന അങ്ങ് മണ്ടയിൽ വരെ ചെല്ലൂല. അപ്പം അവർ കുറേ ജീപ്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് മേളിൽ വരെ പോകാൻ വേണ്ടിയിട്ട്, ബസ് കിടക്കുന്നിടം വരെ പോകാൻ വേണ്ടിയിട്ട് അവർ കുറേ ജീപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഓർമ്മകളൊക്കെ അയവിറക്കാൻ വേണ്ടി അവിടുത്തെ കുറേ സീനറീസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി എസ്റ്റേറ്റ് വഴി ഞങ്ങൾ മൂന്നാർ ടൗണിലേക്ക് പോയി. ആ പോയപ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടുന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. കാരണം അവിടെ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാലും ഇനി തിരിച്ചെത്താൻ പറ്റത്തില്ല. പിന്നെ അല്ലാതെ പ്രൈവറ്റ് ബസ് തപ്പി വരേണ്ടി വരും. പിന്നെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ USTയിലേക്ക്, കമ്പനിയിലേക്ക് തിരിച്ചു. അപ്പോൾ ബായ്.